ഭൂമിയിലെ പർദീസ എന്ന് വിളിക്കാൻ കഴിയുന്ന ലക്ഷദ്വീപിലേക്ക് ഞങ്ങൾ പോയ ഹണിമൂണിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണിത്. ഈ മേഘങ്ങൾക്കിടയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന സുന്ദരമായ ആ ഐലൻഡാണ് അഗട്ടി ഐലൻഡ്. അഗട്ടി ഐലൻഡിലാണ് നമ്മുടെ എയർപോർട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും. ലക്ഷദ്വീപിൽ ആകെ വരുന്ന എയർപോർട്ട് അഗട്ടി ഐലൻഡിലാണ്. അപ്പോൾ നമുക്ക് വേറെ ഏത് ഐലൻഡിൽ പോകണമെന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ അഗട്ടി ഐലൻഡിൽ വേണം ലാൻഡ് ചെയ്യാൻ. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നതുകൊണ്ട് പേടിനേക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. ഈ വ്യൂ എല്ലാതും അടിപൊളിയാക്കി തീർത്തു. ലക്ഷദ്വീപിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് അറിയാം. പക്ഷെ എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, മറ്റ് രാജ്യങ്ങളിലെ പോലെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ചെന്ന് മണ്ടിച്ചെല്ലാൻ കഴിയുന്ന ഒരു ഏരിയ അല്ല ലക്ഷദ്വീപ്. കാരണം ഇവിടെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ പെർമിറ്റ് വേണം. നമ്മളെ ഒരു റിലേറ്റീവോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഒരാളുടെ സ്പോൺസർഷിപ്പിൽ മാത്രമേ നമുക്ക് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് ആദ്യം വേണ്ടത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റാണ്. കാരണം തീരെ കുറ്റവാളികളില്ലാത്ത ഒരു ഏരിയയാണ് ലക്ഷദ്വീപ്. ഇവിടെയൊക്കെ രാത്രി ഉറങ്ങുന്നത് വാതിലൊക്കെ തുറന്നു വെച്ചിട്ടാണ്. അത്രക്കും സേഫാണ് അവിടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അഗത്തി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ സ്പോൺസറിനെ വിളിക്കായിരുന്നു. ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. മൂപ്പര് വരും എന്നാണ് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ വണ്ടി അയക്കാം. ഡ്രൈവർ എത്തി ഗായ്സ്. ഞങ്ങൾ ഇനി റൂമിലേക്ക് പോവുകയാണ്. എന്ത് രസമാണെന്നറിയോ, നല്ല അടിപൊളിയാണ് ഗായ്സ്. എല്ലാവരും വന്ന് കണ്ടുപോയിക്കോളി. നല്ല വിശപ്പും ഉറക്കക്ഷീണമായിട്ടാണ് ഞങ്ങൾ ലക്ഷദ്വീപിലെത്തിയത്. ഞാനാണെങ്കിൽ ഈ ട്രിപ്പ് കൺഫേം ആയപ്പോൾ തൊട്ട് പറഞ്ഞു തുടങ്ങിയതായിരുന്നു, നമുക്ക് അവിടെ എത്തിയിട്ട് ഒരു വട്ടമെങ്കിലും കിലാഞ്ചി ഫാലും കഴിച്ചിട്ട് വേണം നാട്ടിലേക്ക് തിരിച്ചു വരാൻ. അത്രക്കും ആഗ്രഹമുണ്ട് എന്നുള്ളത്. പക്ഷേ മാഷാ അല്ലാഹ് ഞങ്ങളവിടെ എത്തി അന്ന് തന്നെ ഞങ്ങൾക്ക് കിലാഞ്ചി ഫാലും കിട്ടി. അടിപൊളി കുർമാണി സാധനം. അതിങ്ങനെ ഇറങ്ങി പോകണതന്നെ അറിയണില്ല. ഭയങ്കര സോഫ്റ്റാണ്. ഭയങ്കര സോഫ്റ്റ്. നമ്മളിതുണ്ടാവില്ലേ, പാല് തിളച്ച് വന്ന പാടുണ്ടാവില്ലേ, പാലിൻ്റെ പാട അത്ര കട്ടിയുള്ളൂ. അതിൻ്റെ കട്ടി. നെയ്ച്ചോർ ആണ് ഗായ്സ് ലക്ഷദ്വീപിലെ ഉച്ചയൂൺ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. സോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നല്ല ഉറങ്ങി ഒരു കൂലിയൊക്കെ പാസ്സാക്കി വന്നപ്പോൾ ഇതാ നല്ല ബിരിയാണിയും പപ്പടവും അച്ചാറൊക്കെ. നമ്മളെ പപ്പടം എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലെ പപ്പടത്തിനേക്കാളും ഒരു കുറച്ചും കൂടി സൈസ് കൂടിയതാണ്. നല്ല രസം ഉണ്ടായിട്ടോ കഴിക്കാൻ. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ സൈഡ് സീൻ ഇറങ്ങി. ഞങ്ങൾ നേരെ പോയത് ഒരു ജെട്ടിയിലേക്കാണ്. നോർത്തേൺ ജെട്ടി, വെസ്റ്റേൺ ജെട്ടി, അങ്ങനെ ഏതോ 2 ജെട്ടി ഉണ്ട്. അതിൽ ഏതോ ഒരു ജെട്ടിയിലേക്കാണ് പോയത്. ഏത് ജെട്ടിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല പേര്. അങ്ങനെ ആ ജെട്ടിയിൽ പോയി അവിടെ കുറച്ച് നേരം നിന്ന് വെയിലൊക്കെ കൊണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും കണ്ട് പിന്നെ അവിടെ ഒരു കപ്പലിങ്ങനെ എന്തോ ചെയ്യുന്ന ആൾക്കാർ കണ്ട് അവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് പിന്നെ അവിടെ നിന്നു. വലിയൊരു ഷിപ്പ് നോക്കി. പെട നിന്നോ? ഹലോ ഗായ്സ്, ലക്ഷദ്വീപ്. അവിടുന്ന് നേരെ ഞങ്ങൾ അഗത്തി മ്യൂസിയത്തിലേക്കാണ് പോയത്. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. പുരാതനമായിട്ടുള്ള കുറച്ച് ഇവർ സൂക്ഷിച്ചു വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ. എന്താ പറയുക,
മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി നേരെ അടുത്ത ജെട്ടി കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഫസ്റ്റ് ജെട്ടിയിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുന്ന ഏരിയ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ജെട്ടിയിൽ നേരെ ബീച്ച് ഏരിയ വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി. ഞങ്ങൾ ആ തീരത്ത് കൂടി കുറേ നടന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സൺബാത്ത് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഫോറിനേഴ്സ് വരുമ്പോൾ ഒരു സൺബാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കില്ല. അതേപോലെ നമ്മൾ മറ്റു നാട്ടിൽ പോയപ്പോൾ നമ്മൾ അതേപോലെ ചെയ്യാൻ നോക്കി. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ അതിൽ നടന്നപ്പോഴാണ് ഞങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പ് കക്കയില ശംഖ് ഷെൽസൊക്കെ കണ്ടത്. അങ്ങനെ അതും കുറേ പെറുക്കി. പിന്നെ അവിടുത്തെ കുറച്ച് കുട്ടികളൊക്കെ കണ്ടിട്ട് അങ്ങനെ നിങ്ങൾ കണ്ടോ ആ ഒരു ബീച്ചിൻ്റെ ഒരു ഭംഗി നോക്കിയും 2 കളറായിട്ടാണ് ബീച്ചുള്ളത്. ആ ഒരു ലൈറ്റ് ബ്ലൂവും ഇങ്ങനെ നല്ല ബ്ലൂ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ ഒരു കടൻ്റെ മുന്നിൽ കുറേ ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ എന്താണെന്നറിയാം, അവിടെ ഒരു പുഡിങ് അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. ആ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള തിരക്കാണ് നിങ്ങളാ കാണുന്നത്. പുഡിങ് 2 ടൈപ്പായിട്ടാണ് കൊടുക്കുന്ന പോലെ, വലിയ പാക്കും ചെറിയ പാക്കും. വലുതിന് 100 രൂപയും ചെറുതിന് 50 രൂപയാണ്. ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ ചെറുതാണ് വാങ്ങിയത്. നല്ല ക്യൂട്ട് പാക്കേജിങ് ഒക്കെ ആയിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ കടൽ തീരത്തിരുന്നാണ്ട് അതിങ്ങനെ കഴിച്ചു നോക്കി. സമയത്തായിരിക്കണം കേറേണ്ടത്. അവര് നോക്കാണ്ട് കേറിയതാണ്. അങ്ങനൊന്നും അല്ല, അങ്ങനെ ആരും പുറപ്പെടാനില്ല. പിന്നെ ഞങ്ങൾ ലഗൂൺ ബീച്ചിലേക്ക് പോയി. ലഗൂൺ ബീച്ചിൽ നല്ല സൺസെറ്റൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. നല്ല ക്വാളിറ്റി ടൈമായിരുന്നു ഞങ്ങൾക്ക് രണ്ടാൾക്കും കിട്ടിയിരുന്നത്. നല്ല പ്രൈവസി ആയിരുന്നു കേട്ടോ. ഒരു പ്രൈവറ്റ് ബീച്ച് തന്നെ ഞങ്ങൾക്ക് കിട്ടിയ പോലായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ കുറേ സമയം ഞങ്ങളങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്ന് കുറേ കളിച്ചു, കുറേ ചിരിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. കുറേ നാളുകൾക്ക് ശേഷമാണ് നല്ലൊരു സൺസെറ്റും കൂടി ഒപ്പിരുന്ന് കാണുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ റൂമിലേക്ക് പോയി. വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്തായിരുന്നു ഫുഡ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പമാണ് ഗൈസ്. പിന്നെ മീൻ കറി, ഫിഷ്. വാഹ്, അരെ വാഹ്, സുഭാഷ് സ്മാഷ്. ചൂട് അപ്പം, ഫിഷ്.